വീണ്ടും വക്രദൃഷ്ടിയിലേക്ക്. ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ്റെ പുതിയ സിനിമ പിന്നെയും തിയേറ്ററുകളിൽ എത്തി. സാധാരണ ഒരു അടൂർ സിനിമ വരുന്നത് പോലെ അല്ല ഈ സിനിമയുടെ വരവ്. 100-ലധികം തിയേറ്ററുകളിൽ വൈഡ് റിലീസ്. ദിലീപും കാവ്യ മാധവനും അഭിനയിക്കുന്ന സിനിമ അടൂർ ടച്ചുള്ള സിനിമ തന്നെ. അടൂരും ദിലീപും കാവ്യ മാധവനും KPS ലളിതയും പുതിയ ചിത്രത്തിൻ്റെ വർത്തമാനങ്ങൾ കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരുന്നു. പുതിയ സിനിമയ്ക്ക് പിന്നെയും എന്ന് പേരിട്ടത് എന്തുകൊണ്ടാണെന്ന് അടൂർ വെളിപ്പെടുത്തുന്നു. എന്നോടിപ്പോൾ ആളുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണുമ്പോൾ ചോദിക്കാറുണ്ട്, മതിയാക്കിയോ? ചിലർ കുറച്ചുകൂടെ ക്രൂരമായിട്ട് ചോദിക്കാറുണ്ട്, സ്റ്റോക്ക് തീർന്നോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. സ്റ്റോക്ക് തീർന്നിരിക്കുന്ന ഒരാളെന്ന് കരുതുമ്പോഴാണ് പിന്നെയും എന്താണ്ട് അയാൾ വരുന്നു എന്നുള്ളതാണ് ആദ്യ കാരണം. ദിലീപും കാവ്യ മാധവനും അഭിനയിക്കുന്നതിനാൽ അടൂർ കമേഴ്സ്യൽ സിനിമാക്കാരനായി എന്നൊന്നും കരുതേണ്ട. ദിലീപിൻ്റെ എല്ലാ സിനിമകളും കണ്ടിട്ടുള്ള അടൂരിന് ഇഷ്ടപ്പെട്ട ദിലീപ് ചിത്രം ഏതാണ്? അദ്ദേഹത്തിൻ്റെ പല പടങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നല്ല എൻ്റെ ദിലീപിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ പടം CID മൂസ. അടൂരിനെ വെച്ച് ചിത്രമെടുത്ത നടൻ ദിലീപ് മാത്രം. അടൂരിൻ്റെ ഫോട്ടോ എടുത്ത കാര്യമാണ് പറയുന്നത്. അടൂരിൻ്റെ പടത്തിൽ ദിലീപിന് വിളി വന്ന കഥ ദിലീപ് പറയും. മലയാള സിനിമയിൽ ഒരു നടനും കിട്ടാത്തൊരു ഭാഗ്യമാണ് സാറിനെ വെച്ചെന്ന് എനിക്കൊരു പടം എടുക്കാൻ ഒരു അവസരം തന്നു. സാറിനെ വെച്ചൊരു പടം എടുത്ത് ഞാനാണ്. അടൂർ ഗോപാലകൃഷ്ണൻ എന്ന സംവിധായകൻ വളരെ ദൂരത്ത്, നമ്മൾ മാനത്തെ ചന്ദ്രനൊക്കെ നിൽക്കുന്ന, അല്ലെങ്കിൽ സൂര്യനൊക്കെ നിൽക്കുന്ന ഒരവസ്ഥയിൽ മാത്രമല്ല അദ്ദേഹം അറിയണ്ടോ നമ്മളൊക്കെ ഇവിടെ സിനിമയിലുണ്ടെന്നുള്ള കൺഫ്യൂഷൻ വന്നപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ സാറിനെ കാണാൻ ചെന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ പേര് ദിലീപ് എന്നാണ്, ഞാനിവിടെ സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ട്, അപ്പോൾ എന്തെങ്കിലും ഒരു ചാൻസ് എനിക്കും തരാൻ പറ്റുമോ? അതൊക്കെ സാറിനോട് എൻ്റെ സംഭവം. സാറ് അന്ന് എന്നെ ആശ്വസിപ്പിച്ചൊക്കെ വിട്ടു, അങ്ങനെ ഒരു അവസരം വരികയാണെങ്കിൽ. അതിൻ്റെ ഇടയ്ക്ക് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ നമ്മുടെ കൂടെ അഭിനയിക്കുന്ന കാവ്യൊക്കെ പോയി പിന്നെ അഭിനയിക്കുന്നത് 4 പെൺകുട്ടി, അതെ, കഴിഞ്ഞ സിനിമയൊക്കെ 4 പെൺ. അപ്പോഴും നമ്മളെ സാറ് മറന്ന് കാണും, ഇനി അറിയില്ല ഓർക്കോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചിന്തയിലായിരുന്നു. പക്ഷെ ഓർക്കാപ്പുറത്ത് പെട്ടെന്ന് വന്നൊരു വിളി. ദിലീപ് ആയാലും മമ്മൂട്ടി ആയാലും അടൂർ എന്ന കർക്കശക്കാരനായ സംവിധായകന് മുന്നിൽ എത്ര ടേക്ക് എടുക്കാനും അവർ തയ്യാറാവും എന്ന് കേട്ടിട്ടുണ്ട്. ദിലീപ് ഒറ്റ ടേക്കിന് ഓക്കെ ആയോ ആവോ? ഞാൻ ചിലത് ഒറ്റ ടേക്കിൽ ഓക്കെ ആക്കിയില്ലേ സാർ? എനിക്ക് തോന്നുന്നു സാറ് ഇവനിനി ഇതേ വരുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ പറ്റിയത്, അറിഞ്ഞൂടാ. അടൂർ ഗോപാലകൃഷ്ണൻ സാധാരണ തിരക്കഥ അഭിനേതാക്കൾക്ക് മുൻകൂർ വായിച്ചു നോക്കാൻ നൽകാത്ത സംവിധായകനാണ്. 1 ലൈൻ മാത്രമല്ല, തിരക്കഥ മുഴുവൻ വായിച്ചു നോക്കി ഇഷ്ടപ്പെട്ടാൽ മാത്രം താരങ്ങൾ മറ്റ് സംവിധായകർക്ക് ഡേറ്റ് നൽകുമ്പോഴാണിത്. പക്ഷേ ദിലീപിന് അടൂർ മുഴുവൻ തിരക്കഥയും നൽകിയത്രേ. എങ്ങനെ സംഭവിച്ചു ഇത്? കാവ്യ വെളിപ്പെടുത്തും. പിന്നെ സാറ് അങ്ങനെ സ്ക്രിപ്റ്റ് ആർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് സാറത് തന്നിട്ടുണ്ട്. അങ്ങനെയല്ല, തന്നതെന്ന് വെച്ചാൽ എന്നുള്ള വിശ്വാസമാണത്. ഇല്ല, അപ്പോൾ ഈ ഡയലോഗ് വരെ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് ശേഷം ഞാൻ താഴേക്കൊരു വരി പോലും നോക്കിയിട്ടില്ല. കാരണം സാർ അത് എവിടെയെങ്കിലും ഇരുന്ന് നോക്കണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വരിയിലേക്ക് താഴേക്ക് കണ്ണ് പോകുമ്പോഴും ഞാൻ മേളിലേക്ക് തന്നെ പിടിച്ചിട്ടായിരുന്നത്. കാരണം പിന്നെ മനസ്സുകൊണ്ട് ഞാൻ ഒരുപാട് പ്രാവശ്യം മറിച്ച് നോക്കി, അത് പക്ഷേ കൈ അനങ്ങിയില്ല അത് മറിക്കാൻ. സാറ് ഔട്ട്ഡോർ ഷൂട്ടിംഗ് നടക്കുമ്പോൾ അത്ര വരെ നമ്മളൊരു വീടിൻ്റെ അകത്ത് തന്നെയായിരുന്നു കൂടുതൽ അധിക ദിവസവും വർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അന്നൊരു ദിവസം പുറത്തേക്ക് ഷൂട്ടിംഗ് ആയപ്പോൾ വിചാരിച്ചതിനേക്കാളും ആൾക്കാർ വന്നു. അപ്പോൾ ആൾക്കാരെ കൺട്രോൾ ചെയ്യാനും ലെങ്തി ഷോട്ടായിരുന്നു, കുറേ ദൂരത്തുനിന്ന് ഡയലോഗ് പറഞ്ഞിട്ടുള്ള. അപ്പോൾ സാറിന് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ചിട്ടിങ്ങനെ അവിടെ നോക്കണം ഇവിടെ നോക്കണം അങ്ങനെ വന്നപ്പോൾ ദിലീപേട്ടൻ്റെ കയ്യിൽ സ്ക്രിപ്റ്റ് കൊടുത്തു. ദിലീപേട്ടൻ ഒരു നിമിഷം ഇങ്ങനെ സ്ക്രിപ്റ്റ് തന്നെ നോക്കിയിട്ട് സാറിനെ ഇങ്ങനെ നോക്കി, എന്നിട്ട് എന്നെയും നോക്കി, എന്നിട്ട് പതുക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നമുക്ക് ഈ സ്ക്രിപ്റ്റ് എടുത്തിട്ട് ഓടിയാലോ, നമുക്ക് ഏതെങ്കിലും മരത്തിൻ്റെ പുറകിൽ ഇരുന്നിട്ട് ഫുൾ വായിച്ചിട്ട് തിരിച്ചു കൊടുക്കാം. സ്വതവേ ഗൗരവക്കാരനും
ഗൗരവമുള്ള ചലച്ചിത്രകാരനുമായ അടൂരിൻ്റെ സിനിമാ സെറ്റ് അച്ചടക്കമുള്ളതായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അവിടെ ചിരി ഇല്ല എന്ന് കരുതേണ്ട, പ്രത്യേകിച്ച് KPSC ലളിത ഉള്ളപ്പോൾ. ഈ സിനിമയെക്കുറിച്ച് എനിക്ക് ഒരുപാട് പറയാനുണ്ട്, പക്ഷേ എനിക്കൊന്നും പറയാനില്ല. കാരണം ഒരു നീണ്ട ഒരു സീനാണ് ആകെ എനിക്ക് ഈ സിനിമയിലുള്ളത്. അത് എനിക്ക് വേണ്ടി എഴുതി ചേർത്തതാണെന്നാണ് സാറ് പറഞ്ഞത്. അപ്പോൾ അതുപോലെ ആ നീണ്ട ഒരു സീന് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീണ്ട ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. പക്ഷേ വളരെ ചെറുതായിട്ട് ഇപ്പോൾ ഞാൻ ദിലീപിൻ്റെ കൊടുക്കാം. ദിലീപിനാണ് നീണ്ട ഒത്തിരി കാര്യങ്ങളുള്ള പറയാനുള്ളത്. പറഞ്ഞു കഴിഞ്ഞ ഇതൊക്കെ നേരത്തെ വന്ന് പറയുമ്പോൾ നമ്മളോടൊന്നും പറയണ്ടേ? വൈകി വരുമ്പോൾ ആലോചിക്കണം. സാറ് പടത്തിന് ലെങ്ത് കൂടിയതുകൊണ്ടാണ് നീണ്ട സീൻ കട്ട് ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞിട്ട്. ഇപ്പോഴാണ് ഒരു ചിരിയുടെ ലോകം ഉണ്ടായത്. സാർ അവിടെ ഷൂട്ട് ചെയ്തപ്പോൾ പറയായിരുന്നു, വളരെ ഗൗരവത്തിൽ എല്ലാവരും ബലം പിടിച്ചിരിക്കുമായിരുന്നു, അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ കൂടെ എങ്ങനെ പടം ചെയ്യും, അദ്ദേഹം വലിയ ഗൗരവക്കാരനാണെന്ന്. ഞാൻ ചെന്ന് 2 ദിവസം കൊണ്ട് ഇതൊക്കെ അങ്ങ് മാറി ഇല്ലേ, എല്ലാം മാറി. വളരെ സന്തോഷമായി, എല്ലാവരും ചിരിച്ചു. എല്ലാവർക്കും പല്ല് വെച്ചതാണോ ഉള്ളതാണോ എന്നുള്ളതൊക്കെ അപ്പം മനസ്സിലായി. ഇതാണ്ട് പല്ല് വെച്ച പല്ലും കൊണ്ടിരിക്കുന്നത് കണ്ടോ. എന്തായാലും ചിരിയുടെ ലോകമല്ല ചിത്രത്തിലെന്ന് ആദ്യമേ അണിയറക്കാർ പറഞ്ഞുവല്ലോ. അടൂരിൻ്റെ ചിത്രങ്ങൾ ഫെസ്റ്റിവലുകളിൽ നിറഞ്ഞോടുമ്പോൾ നാട്ടിലെ തിയേറ്റർ മാനേജർമാർ പടം മാറ്റി തമിഴ് പടമിട്ട് കളയുന്ന ക്രൂരകൃത്യം ചെയ്തു കളയും. വൈഡ് റിലീസ് വഴി കൂടുതൽ പ്രേക്ഷകരിൽ അടൂർ ചിത്രം എത്താൻ വഴിയൊരുങ്ങുകയാണ്. വക്രദൃഷ്ടിയും ഒരു ഇടവേളയ്ക്ക് ശേഷം പിന്നെയും വരും, ഉമ്മൻചാണ്ടിയുടെ പ്രതിമയുമായി. അല്ലടോ, പ്രതിമയാവണമെങ്കിൽ മഹാനാവണമല്ലോ. നിങ്ങ എങ്ങനെയാണ് മഹാനായത്?